ഞാനിപ്പോൾ ഉള്ളത് ജോർജിയയിലാണ്, ജോർജിയ ഗോറിയിൽ. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഈ ഒരു പ്രതിമ ചിലപ്പം ചില ആൾക്ക് മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല, ഇങ്ങ് ജോർജിയയിലും ഉണ്ട്. 924 മുതൽ 953 വരെ സോവിയറ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകമായിരുന്നു സ്റ്റാലിൻ. കാണാം സ്റ്റാലിൻ്റെ ചരിത്രം ജോർജിയയിൽ. ജോസഫ് വിസാരിയോണോവിച്ച് സ്റ്റാലിൻ 1878 ജനിച്ച സ്റ്റാലിൻ തന്റെ 46-ാമത്തെ വയസ്സിലാണ് സോവിയറ്റ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതാവും വിപ്ലവകാരിയുമാകുന്നത്. മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ഔദ്യോഗിക വ്യാഖ്യാനം മാർക്സിസം ലെനിനിസം എന്ന പേരിൽ പകർന്നു നൽകി. ഇന്ന് ലോകം അതിനെ സ്റ്റാലിനിസം എന്ന വിപ്ലവ പേരിൽ അറിയപ്പെടുന്നു. അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ഇടയിലേക്ക് 1936 സ്റ്റാലിൻ രൂപീകരിച്ച സോവിയറ്റ് ഭരണഘടനയിൽ ജോലി ചെയ്യാനുള്ള അവകാശം, വിശ്രമത്തിന്റെയും വിനോദത്തിന്റെയും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകാശന സ്വാതന്ത്ര്യം തുടങ്ങിയവ ഉൾക്കൊണ്ടതാണ്. ഏതൊരു കാലഘട്ടത്തിനും അതീതമായി ജനാധിപത്യപരമായിരുന്നു ഈ ഭരണഘടന എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നു. ഇതിൽ തൊഴിലും വിശ്രമവുമെല്ലാം തുല്യാവകാശങ്ങളായി പ്രഖ്യാപിക്കുകയും പ്രായപരിമിതിയും സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ലോകത്ത് ഇന്നേ വരെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശബ്ദമാണ് എന്നും കമ്മ്യൂണിസ്റ്റ്. സോവിയറ്റ് യൂണിയന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വിപ്ലവ പോരാട്ട കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ജോർജിയയിലെ ഗോരിയിലെ സ്റ്റാലിന്റെ വീട്ടിൽ നിന്നും അത് തുടരുകയാണ്.